ജയിലിലേക്ക് പോകാനുള്ള ടാസ്ക് കഴിഞ്ഞു. ജയിച്ചത് ഞാൻ പറഞ്ഞില്ലേ, പ്രൊമോയിൽ കാണുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല നടക്കുന്നത്. ജയിച്ചത് ഗബ്രിയും ജിൻഡോയുമാണ്. അവരൊരു ടീമായിട്ടാണ് മത്സരിച്ചത്. അവർ രണ്ടുപേരും നന്നായി കളിച്ചു. എനിക്ക് തോന്നുന്നു ഗബ്രി വളരെ നന്നായിട്ട് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റി. ജിൻഡോയ്ക്ക് ആ ഗെയിം അത്ര അങ്ങോട്ട് കിട്ടിയില്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ജിൻഡോയും നന്നായി കളിച്ചു. അവർ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗബ്രി ആയാലും ജിൻഡോ ആയാലും വളരെ വേഗം ഫിനിഷ് ചെയ്തു. ആ കിട്ടിയിരുന്ന ബ്രഷ് മൊത്തം എനിക്ക് തോന്നുന്നു 10 ബ്രഷ് കണ്ടുവാണ്. ആ 10 ബ്രഷും ആ ക്ലാസ്സിലിട്ട് മറ്റവർ 3-4 ബ്രഷ് കണ്ട് ഇടാൻ പറ്റുള്ളൂ. വളരെ വേഗം ഫിനിഷ് ചെയ്യുന്ന ഗബ്രിയെയും ജിൻഡോയും കാണും. എനിക്ക് തോന്നുന്നു അവരൊരു ടീമായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസിലൊരു വല്ലാത്തൊരു അട്ടിമറി തന്നെ സംഭവിക്കും എന്ന് തോന്നുന്നു. കാരണം നല്ല രണ്ടുപേരും കൂടെ വളരെ നല്ല സ്നേഹത്തിലും നല്ല രീതിയിൽ തന്നെയായിരുന്നു. പിന്നെ ഗബ്രിയെ സംബന്ധിച്ച് ഗബ്രി നല്ല ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ചേട്ടാ എങ്ങനെ ചെയ്യുക. അത് എനിക്ക് തോന്നുന്നു നല്ലൊരു വൈബായിട്ട് തോന്നുകയും ചെയ്തു. ബിഗ് ബോസിലെ ഇവരെ രണ്ടുപേരെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ ടീം നല്ലൊരു വിജയമാണ് നേടിയത് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ അഭിഷേകും നമ്മളെ ഫിജോയുമായിരിക്കും ജയിലിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ജിൻഡോയ്ക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഗബ്രി നല്ല കളിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങനെ കളിക്കും, എങ്ങനെ കയറി പിടിക്കും എന്ന് പോലും ജിൻഡോയ്ക്ക് നല്ല ഇതില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ജിൻഡോ ഗബ്രി പറയുന്നതെല്ലാം കേൾക്കുകയും അത് മനസ്സിലാക്കുകയും നന്നായി ഗെയിം കളിക്കുകയും ചെയ്തു. ഒരു വശത്തു നിന്ന് ഒരാൾ 5 എണ്ണം ഇതിനകത്ത് ഇടണമായിരുന്നു. അത് ഗബ്രി ആദ്യമേ തന്നെ ഗബ്രിയാണ് ചെയ്തത്. അടുത്തത് ജിൻഡോ ആയിരുന്നു ചെയ്യേണ്ടത്. ജിൻഡോയും അത് 1 നഷ്ടപ്പെട്ടെങ്കിലും 4 എണ്ണം അതിവേഗത്തിൽ ഇട്ടു. അതിന് ശേഷം ലാസ്റ്റ് കിടന്ന 1 കൂടി ഇട്ട് ഇത് ഫിനിഷാക്കുകയാണ് ചെയ്തത്. അപ്പം മറ്റവരെനിക്ക് തോന്നുന്നു ആകെ ഒരാൾ മാത്രമേ ഇട്ട് തുടങ്ങിയുള്ളൂ എന്ന് തോന്നുന്നു. 4 അങ്ങോട്ടേ വീണുള്ളൂ. ഏതായാലും വളരെ വേഗം ഫിനിഷ് ചെയ്ത് ജിൻഡോയും ഗബ്രിയുമാണ് ഈ ടാസ്കിൽ വിജയിച്ചത്. പിന്നെ നമ്മുടെ അഭിഷേകും ഫിജോയും കൂടെ ആയിരിക്കും ജയിലിലേക്ക് പോകുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് ലൈവിൽ കാണാൻ പറ്റിയത്.